പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, പെന്തിക്കോസ്തി പെരുന്നാൾ സമാഗതമായി. നമ്മുടെ കർത്താവിന്റെ മരണോത്ഥാനത്തിന്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്തി സംഭവം. പന്തക്കുസ്ത എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ഈ തിരുനാളിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ടെങ്കിലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനമെന്ന മഹാസംഭവത്തിന്റെ 50-ാം ദിവസം സമാഗതമായ പരിശുദ്ധാത്മാവിന്റെ നവയുഗത്തെയാണ് അർത്ഥമാക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരുടെയും വിശ്വാസികളുടെ സമൂഹത്തിലുമൊന്നാകെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച മഹാസംഭവം. ജോയേൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നതുപോലെ എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ ആത്മാവിനെ വർഷിച്ചു. ജോയേൽ 2:28. യേശു മിശിഹായുടെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഇത്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്ക 24:48-49 വാക്യങ്ങൾ. ഉത്ഥാനം ചെയ്ത കർത്താവിന്റെ വാഗ്ദാന പൂർത്തീകരണം എന്നതിലുപരിയായി സഭയിലും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിന്റെ നിത്യനവമായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു പുതുയുഗ പിറവിയാണ് ക്രിസ്തു സംഭവത്തിന്റെ പൂർത്തീകരണമായ പെന്തക്കോസ്തി സംഭവം. ദൈവജനത്തിന്റെ ദൈവോന്മുഖ പ്രയാണത്തിൽ അവരെ വിശുദ്ധീകരിച്ച് വളർത്തി പരിപാലിച്ച് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവജനത്തെ ഒരുമിപ്പിക്കുന്നതും അവരെ ആത്മീയ ആനന്ദത്താൽ പൂരിതരാക്കുന്നതും ജീവപ്രദനായ പരിശുദ്ധ റൂഹ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് ചിതറിക്കപ്പെട്ട തന്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ ദൈവം ജെറുസലേമിൽ ഒന്നിപ്പിച്ചു. അതുപോലെ കർത്താവ് തൻ്റെ ജനത്തെ മുഴുവൻ ഒന്നിച്ചു ചേർക്കുന്ന നവമായ ഒരു പെന്തക്കോസ്തി അനുഭവം ഇന്ന് പുതിയ ഇസ്രായേലായ ക്രൈസ്തവ സമൂഹത്തിലും അനിവാര്യമത്രേ. പരിശുദ്ധാത്മാവിന്റെ നിത്യനവമായ അനുഭവത്തിലേക്ക് വളരുന്നതിന് പെന്തക്കോസ്തി സംഭവത്തെയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെയും പരിശുദ്ധാത്മാവിന്റെ ചലനാത്മകമായ പ്രവർത്തനങ്ങളെയും കുറിച്ച് വ്യക്തമായി നാം മനസ്സിലാക്കുകയും അവ നിരന്തരം ധ്യാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പെന്തക്കോസ്തി സംഭവത്തിന്റെ പഴയ നിയമ പശ്ചാത്തലവും പരിശുദ്ധാത്മാവിന്റെ വൈവിധ്യമാർന്ന ചലനാത്മകമായ പ്രവർത്തനങ്ങളെയും കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് പുതിയ നിയമ പെന്തക്കോസ്തി സംഭവത്തിലേക്ക് പോകാം. ക്രിസ്തീയ പെന്തക്കോസ്തി ദൈവിക വെളിപാടിന്റെയും ഉത്ഥാന പ്രതീക്ഷയുടെയും പൂർത്തീകരണമാണ്. ക്രിസ്തീയ പെന്തക്കോസ്തിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിനായി പെന്തക്കോസ്തി സംഭവത്തെ സംബന്ധിച്ച വചനഭാഗങ്ങൾ നാം ധ്യാന വിഷയമാക്കേണ്ടതുണ്ട്. പുതിയ നിയമ വെളിച്ചത്തിൽ ഈ തിരുനാളിനെ മനസ്സിലാക്കാൻ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 16-ാം അധ്യായം 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അപ്പസ്തോല പ്രവർത്തനം 2:1 മുതൽ 12 വരെ, 1 കൊറിന്ത്യോസ് 12:1 മുതൽ 11 വരെ ഈ തിരുവചന ഭാഗങ്ങൾ നാം ധ്യാന പഠന വിഷയമാക്കണം. പെന്തക്കോസ്തി സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണം അപ്പസ്തോല പ്രവർത്തനം 2:1 മുതൽ 13 കാണാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിവരണമാണ് യോഹന്നാൻ 20:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നൽകുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉത്ഥിതനായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരുടെ ആകുലതയും സംഭ്രമവും ഭയവുമെല്ലാം മാറി. കർത്താവ് മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ അവരുടെ ദുഃഖം സന്തോഷമായി മാറി. ഇവിടെ സന്തോഷമെന്നത് കേവലം താൽക്കാലികമായ ഒരു സന്തോഷമല്ല, പിന്നെയോ ഉത്ഥിതനായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ആനന്ദത്തിന്റെ അനുഭവമാണിത്.
നാം കർത്താവിൽ യഥാർത്ഥത്തിൽ ശരണപ്പെടുമെങ്കിൽ ഏത് പ്രതിസന്ധികളുടെയും മധ്യേ ഇന്ന് നമുക്കും പെന്തക്കോസ്തി പ്രദാനം ചെയ്യുന്ന ഈ സമാശ്വാസവും സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ കഴിയും. തിരുസഭയിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഇന്ന് ദൈവം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും ഇത് സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 19:34. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവനാമത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ന്യായവിധിയുടെ ദിനത്തിൽ നീതി സൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും എന്നാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. പെന്തക്കൊസ്തി ദിനത്തിൽ ഈ പ്രവാചക വചനങ്ങൾ നിറവേറി. ദൈവാത്മ നിറവിൽ നിന്ന് ഉളവാകുന്ന ആനന്ദമാണ് ഈ തുള്ളിച്ചാട്ടം സൂചിപ്പിക്കുന്നത്. ഇഹലോക ജീവിതത്തിൽ നാനാവിധ ക്ലേശങ്ങൾക്ക് മധ്യേ നാം ഞെരുങ്ങുമ്പോഴും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്കിങ്ങനെ തുള്ളിച്ചാടാൻ കഴിയുമെന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ പെന്തക്കൊസ്തിയും നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനും കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾക്കും ശേഷമുണ്ടായ അപ്പസ്തോല പ്രവർത്തനം 2:1-12 പെന്തക്കൊസ്തി സംഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യോഹന്നാൻ 20:19-23 വരെയുള്ള വാക്യങ്ങളിൽ ഉത്ഥാന ദിനത്തിൽ യേശുവിൻ്റെ ശിക്ഷഗണത്തിന് ലഭിച്ച പെന്തിക്കോസ്തി അനുഭവമാണ്. എന്നാൽ അപ്പസ്തോല പ്രവർത്തനം 2:1-12 പെന്തിക്കോസ്തി സ്വർഗാരോഹണത്തിനും കാത്തിരിപ്പിനും ശേഷം സംഭവിച്ച വളരെ ശക്തവും വ്യാപകവും സഭാത്മകവുമായ പെന്തിക്കോസ്തിയെ സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ പെന്തക്കൊസ്തിയും പരിശുദ്ധാത്മദാനം പിതാവ് പുത്രനെ അയച്ചതുപോലെ ശിഷ്യരെയും അയക്കപ്പെടുവാനായിട്ടാണ് നൽകപ്പെടുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെ നൽകുന്നതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഈ പരിശുദ്ധാത്മദാനം ഉത്ഥാന പ്രതീക്ഷയുടെയും വാഗ്ദാനത്തിൻ്റെയും പൂർത്തീകരണമാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവ് തൻ്റെ മരണോത്ഥാനത്തിലൂടെ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം ഇവിടെ ശിഷ്യർക്ക് മുൻകൂട്ടി നൽകുകയായിരുന്നു. ഇതിൻ്റെ പൂർത്തീകരണമായിരുന്നു ഉത്ഥിതനായ കർത്താവ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നൽകിയ പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 20:19-23 വരെയുള്ള വാക്യങ്ങൾ. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ പെന്തക്കൊസ്തി എന്ന് അറിയപ്പെടുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:1-13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പെന്തക്കൊസ്തി സംഭവം നമുക്കൊന്ന് വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ ഏറ്റവും കാതലായതും സഭയുടെ ആന്തരിക ഭാവത്തെ വ്യക്തമായി ചിത്രീകരിക്കുന്നതുമായ ഈ തിരുവചന ഭാഗത്തെ വിശകലനാർത്ഥം 2 പ്രധാന ഭാഗങ്ങളായി വിഭജിക്കുകയാണ്. ഒന്ന്, പെന്തക്കൊസ്ത സംഭവം, അപ്പസ്തോല പ്രവർത്തനം 2:1-4 വരെ. 2, ഈ സംഭവത്തോടുള്ള ജനത്തിന്റെ പ്രതികരണം 2:5-13 വരെ. തുടർന്നുള്ള പത്രോസിന്റെ വിശദീകരണ പ്രസംഗവും ജനത്തിന്റെ പ്രതികരണവും ഇതിനോട് ബന്ധപ്പെടുത്തി കാണേണ്ടതാണ്. പെന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം പരിശുദ്ധാരൂപിയുടെ ശക്തിയോടുകൂടിയുള്ള വരവിനെ സൂചിപ്പിക്കുന്നു. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്കാ 24:48-49. ഉത്ഥിതനായ കർത്താവിൻ്റെ ഈ ആഹ്വാനമനുസരിച്ച് സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടൊത്ത് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ചു. ദൈവം പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ചതും
മനുഷ്യന്റെ അഹങ്കാരം മൂലം ചിതറിക്കപ്പെട്ടതുമായ രക്ഷാകര പദ്ധതിക്ക് പെന്തക്കോസ്തി ദിനത്തിൽ ദൈവം ഒരു പുതിയ തുടക്കമിട്ടു. ഇതുപോലൊരു പെന്തക്കോസ്തിക്കായുള്ള കാത്തിരിപ്പ് ഇന്ന് നമ്മുടെ സ്വജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ചതും മനുഷ്യന്റെ അഹങ്കാരം മൂലം ചിതറിക്കപ്പെട്ടതുമായ രക്ഷാകര പദ്ധതിക്ക് പെന്തക്കോസ്തി ദിനത്തിൽ ദൈവം ഒരു പുതിയ തുടക്കമിട്ടു. മലങ്കര ആരാധനക്രമമനുസരിച്ചുള്ള പെന്തക്കോസ്തി ശുശ്രൂഷയിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ, മനുഷ്യരിൽ എൻ്റെ ആത്മാവ് ഇനിമേൽ വസിക്കുകയില്ല, 36:3 എന്ന് പാപം നിമിത്തം ഞങ്ങൾക്കെതിരായി നിശ്ചയിക്കപ്പെട്ടിരുന്ന വിധിയെ ആശ്വാസപ്രദ റൂഹായും ദൈവവുമായ നിന്റെ ആഗമനത്തിന്റെ ഈ പെന്തക്കോസ്തി ദിവസം നീ ഇല്ലാതാക്കി. ഞങ്ങളുടെ പാപം നിമിത്തം ഞങ്ങൾക്കെതിരെ നിശ്ചയിക്കപ്പെട്ടിരുന്ന വിധി ഈ പെന്തക്കോസ്തി ദിനം നീ ഇല്ലാതാക്കി. പെരുന്നാളുകളുടെ പുസ്തകം 281 പേജ്. മനുഷ്യരിൽ എൻ്റെ ആത്മാവ് ഇനിമേൽ വസിക്കുകയില്ല എന്ന വിധിയെ പെന്തക്കോസ്തി ദിനത്തിൽ കർത്താവ് തിരുത്തി കുറിച്ചു. അനുസരണക്കേട് മൂലം മനുഷ്യന് നഷ്ടമായ പറുദീസയ്ക്ക് പകരം പെന്തക്കോസ്തി ദിനത്തില് സഭയാകുന്ന പുതിയ പറുദീസ സ്ഥാപിതമായി മനുഷ്യ ഹൃദയങ്ങളിൽ പറുദീസായ്ക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. മലങ്കര ആരാധനക്രമം അനുസരിച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കൂടെയാണ് പെന്തക്കോസ്തി പെരുന്നാൾ. യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന ദൈവദർശനം വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്നത് പരിശുദ്ധ റൂഹായാണെന്ന സത്യം തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. പെന്തക്കോസ്തി തിരുനാളിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: നാഥ, നിൻ ശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾ തന്നുൾക്കണ്ണ് തെളിക്കണം. ദേവാ, ദയ ചെയ്തിടണമേ. മലങ്കര കത്തോലിക്കരുടെ ആരാധനക്രമം പെരുന്നാളുകൾ പേജ് 248. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ എല്ലാം മുന്നോടിയും പൂർത്തീകരിക്കുന്നവനും പരിശുദ്ധ റൂഹാ തമ്പുരാൻ തന്നെയാണ്. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യഗണത്തിന്റെ മേൽ വന്നു വസിച്ചത്. ഇത് പ്രതീകാത്മകമായ ഒരു പദപ്രയോഗമാണ്. അഗ്നിജ്വാല അരൂപിയുടെ പരിശുദ്ധിയെയും ശുദ്ധീകരണ ശക്തിയെയും സൂചിപ്പിക്കുന്നു. നാവുകൾ സൂചിപ്പിക്കുന്നത് സുവിശേഷ പ്രഘോഷണ വരത്തെയാണ്. സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവിധം അരൂപിയാൽ വ്യക്തികളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് പെന്തക്കോസ്തി ദിനത്തിലെ പരിശുദ്ധാത്മാ അഭിഷേകം. യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിന്റെ പ്രേക്ഷിത മാനം ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും അത് പൂർത്തീകരിക്കുന്നതിന് അവരെ സഹായിക്കുകയും ചെയ്തത് പെന്തക്കോസ്തി ദിനത്തിലെ ആത്മാഭിഷേകമാണ്. തൻ്റെ ഇഹലോക ജീവിതകാലത്ത് യേശുനാഥൻ അറിയിച്ചിരുന്നതുപോലെ അവിടുന്ന് ലോകരക്ഷകനാണെന്നുള്ള സത്യവും അവിടുത്തെ പ്രബോധനങ്ങളും ഉത്ഥാനത്തിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് ബോധ്യമായത്. ആ സത്യം പ്രഘോഷിക്കാൻ അവർ ശക്തരായി തീർന്നതും പെന്തക്കോസ്തിക്ക് ശേഷമാണ്. പിതാവ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യം ഇന്ന് പരിശുദ്ധാത്മാവ് വഴി തിരുസഭയിൽ തുടരുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവരിലൂടെയാണ്. യേശുനാഥൻ തന്റെ ശിഷ്യഗണത്തെ ഉയർപ്പിന്റെ പ്രേക്ഷിത ജീവിതം തുടരുന്നതിന് ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്തത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവിക വെളിപാടിന്റെ ബാഹ്യ സ്വഭാവം നൈമിഷികമായിരുന്നെങ്കിലും സഭയ്ക്ക് നൽകപ്പെട്ട നിത്യമായ ദൈവിക ദാനത്തെയാണ് പെന്തക്കോസ്തി സംഭവം സൂചിപ്പിക്കുന്നത്. ദൈവജനത്തിന്റെ ദൈവോന്മുഖ പ്രയാണത്തിൽ അവരെ വിശുദ്ധീകരിച്ചു വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും അവരെ ഒരുമിപ്പിക്കുന്നതും ജീവപ്രദനായ പരിശുദ്ധ റൂഹാ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് ചിതറിക്കപ്പെട്ട തന്റെ ജനത്തെ ദൈവം ജെറുസലേമിൽ ഒന്നിപ്പിച്ചു. സഭയുടെ ഉറവിടവും സ്രോതസ്സുമായ പരിശുദ്ധ കുർബാനയില് നിരന്തരം സംഭവിക്കുന്നത് ഈ ഒരു പെന്തക്കോസ്തി അനുഭവമാണ്. പരിശുദ്ധ കുർബാനയിൽ പുറമേ അപ്പവും വീഞ്ഞും കാണപ്പെടുന്നു എങ്കിലും അതിൻ്റെ ഉള്ളിൽ കർത്താവ് യേശുമിശിഹായുടെ ശരീര രക്തമാണുള്ളത്. പരിശുദ്ധ കുർബാന ഒരു കൂദാശയാണ്. പുറമേയുള്ള അപ്പവും അകമേയുള്ള തിരുശരീരവും കൂദാശയുടെ 2 വശങ്ങളാണ്. അതുപോലെ പെന്തക്കോസ്തിയിലെ പരിശുദ്ധാത്മ നൽവരത്തിലും പുറമേയുള്ള അടയാളങ്ങൾ കാണപ്പെട്ടു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം, അഗ്നിജ്വാല പോലുള്ള നാവുകൾ, ഇവ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ കാണിക്കുന്ന
പുറമേയുള്ള അടയാളങ്ങളായിരുന്നു. സ്വന്തം പ്രശസ്തി നിലനിർത്തുന്നതിനായി ആകാശം മുട്ടുന്ന ഗോപുരം പണിയാൻ പരിശ്രമിച്ച ജനത്തെ അവരുടെ ഭാഷകൾ ഭിന്നിപ്പിച്ച് ഭൂമുഖത്തെല്ലാം ചിതറിച്ച ദൈവം പെന്തക്കോസ്തി ദിനത്തിൽ അവിടുത്തെ അരൂപിയെ അയച്ച് അവരെ ഒന്നിപ്പിക്കുകയും അവരുടെ ഭാഷയെ ഏകോപിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ജെറുസലേമിലെ മാളിക മുറി രണ്ടാം ബാബേലായി തീർന്നു എന്ന് മലങ്കര സഭയുടെ പെന്തക്കോസ്തി തിരുനാളിന്റെ സന്ധ്യാപ്രാർത്ഥനയുടെ സെതറായിൽ ഉദ്ഘോഷിക്കുന്നു. ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ വരവ് മൂലം മാളിക ഇന്ന് രണ്ടാം ബാബേലായി തീർന്നു. അത് ആദ്യ ബാബേലിലെ പോലെ ശിക്ഷയ്ക്കായി ഭാഷകൾ വിഭജിക്കപ്പെട്ടുകൊണ്ടല്ല, പ്രത്യുത സത്യം പ്രസംഗിക്കുന്നതിനുള്ള കൃപയുടെ പ്രകാശനത്താൽ ജ്ഞാനികളായി തീരാൻ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ശ്ലീഹന്മാരെ പ്രകാശിപ്പിച്ചുകൊണ്ടത്രേ. മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമം പെരുന്നാളുകൾ പേജ് 264. അതായത് പെന്തക്കോസ്തിയെ രണ്ടാം ബാബേലായിട്ടാണ് സഭ മനസ്സിലാക്കുന്നത്. ഒന്നാം ബാബേലിൽ ആകാശത്തോളം ഉയർന്ന കോട്ട കെട്ടി സ്വന്തം മഹത്വം നിലനിർത്താൻ ആഗ്രഹിച്ച ജനത്തെ അവരുടെ ഭാഷകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ദൈവം ചിതറിച്ചുവെങ്കിൽ, ജെറുസലേമിലെ മാളിക മുറിയാകുന്ന രണ്ടാം ബാബേലിൽ ചിതറിക്കപ്പെട്ട ജനത്തെ പരിശുദ്ധാത്മാവിന്റെ ഭാഷാവരത്താൽ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ സംഭവിക്കപ്പെടുന്നത് ഈ ചിതറിക്കപ്പെടലാണോ ഏകോപിപ്പിക്കലാണോ എന്ന് നാം നിരന്തരം ആത്മശോധന ചെയ്യണം. പെന്തക്കോസ്തി സംഭവത്തിലൂടെ രക്ഷാകര പദ്ധതിയുടെ യുഗാന്ത്യ പൂർത്തീകരണമായ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും തീർക്കുന്നതിന് വെളിപാട് പുസ്തകം 21:1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും തീർക്കുന്നതിന് ദൈവം സഭയിലൂടെ ഒരു പുതിയ തുടക്കമിട്ടു. ഉത്ഥാന പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിന്റെയും യുഗാന്ത്യത്തിലെ ആത്മനിറവിന്റെയും മെഥയാനിക സമൂഹത്തിന്റെ ഒരുമിച്ചു കൂടലിന്റെയും അനുഭവത്തിലൂടെ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് നാം വഴിയൊരുക്കണം. ഇതിനായി തിരുസഭ നോക്കിപ്പാർത്ത് കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു. ദൈവികാഹ്വാനങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് തിരുഹിതപ്രകാരം നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. ദൈവത്തിന്റെ തിരുഹിതം പൂർത്തിയാക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കാം. സർവശക്തൻ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് നവമായ ഒരു പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.